ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. പവിത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ രാത്രി ആയിട്ടുണ്ട്. മാഷ് ഇപ്പോഴാണ് വീട്ടിലേക്ക് വരുന്നത്. ആളാകെ സങ്കടത്തിലാണ് ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നത്. ഇപ്പോഴും അവിടെ മാത്രം കറണ്ട് ഇല്ല. അങ്ങനെ എല്ലാവരും അകത്ത് ഭക്ഷണം കഴിക്കണേ. നന്ദിനിയാണെങ്കിൽ ചൂടെടുക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അമ്മേ, നമ്മളിനി പുതിയ വീട്ടിലേക്ക് പോകുമ്പോഴേ അവിടെ സോളാർ വെക്കണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തൊരു ഉഷ്ണ ഇത് കേൾക്കുമ്പോ അമ്മ ഇങ്ങനെ ദേഷ്യത്തിലാണ് നന്ദിനിയെ നോക്കുന്നത്. വിനേട്ടൻ KCBയിലേക്ക് പോയില്ലേ? പോയി. അവിടെ സെക്ഷനിൽ ആരെയും കണ്ടില്ല. നാളെ വരാൻ പറഞ്ഞു. ഓ, എന്തൊരു കഷ്ട ഇത് എന്നൊക്കെ ഇങ്ങനെ പുറകുറുക്കുന്നുണ്ട്. അപ്പോഴാണ് മാഷ് അങ്ങോട്ട് വരുന്നത്. മാഷ് കാണുമ്പോ ഇവരൊക്കെ എഴുന്നേറ്റ് നിൽക്കും. അപ്പൊ മാഷ് പറയും, വേണ്ട, കഴിക്കുന്നിടത്തുനിന്ന് എഴുന്നേൽക്കരുത്. അതിപ്പോ ദേവേന്ദ്രൻ വന്നാലും എഴുന്നേൽക്കരുതെന്നാ. അപ്പൊ അവരവിടെ ഇരിക്കും. പിന്നെ അതുമല്ല, എത്ര കാലം ഈ കൂരേന്ന് കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ എന്നും പറഞ്ഞ് മാഷ് അവിടുന്ന് പോവാണ്. ഞാൻ ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് പോയിരുന്നച്ചാ. പക്ഷേ മാഷ് പറയും, ഓ, ഇനിയിപ്പോ വെളിച്ചം വന്നിട്ട് കാര്യമില്ലല്ലോ, എല്ലാം ഇരുട്ടത്തായില്ലേ. മാഷ് അതും പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ വിശ്വം പറയും, ഞാനൊരു വക്കീലിനെ കണ്ടിരുന്നോ, ഇന്റംഷൻ ഫയൽ ചെയ്താലോ? അച്ഛനോട് ചോദിച്ചിട്ട് പറയാന്നാ ഞാൻ പറഞ്ഞത്. സഹകരണ ബാങ്കിന്റെ ക്രമങ്ങളെല്ലാം വേറെയാണ് വിശ്വം. ജപ്തി നടപടികളിൽ കോടതിക്ക് ഇടപെടാൻ സാധ്യമല്ല. ബാങ്കിനെ നേരിട്ടത് നടത്തിയെടുക്കാം. നമ്മൾ ഒഴിയില്ലെന്ന് വാശി പിടിച്ചാലോ എന്ന് വിനയൻ ചോദിക്കുമ്പോൾ മാഷ് പറയും, പോലീസിനെ വിളിച്ച് അവർക്കത് ബലമായി ചെയ്യിപ്പിക്കാം. ബുൾഡോസർ വെച്ച് ഇടിച്ചു നിരത്താം. ഇത് കേൾക്കുന്ന അവരങ്ങ് ഞെട്ടിപ്പോകും. പക്ഷേ നടപടിക്രമങ്ങൾ ബാങ്ക് പാലിച്ചില്ല. അതോ മുമ്പ് വന്ന നോട്ടീസില് ഞാൻ കാണാതെ പോയതാണോ? വിശ്വം പറയും, ഇല്ലച്ചാ, അങ്ങനെ നോട്ടീസ് ഒന്നും വന്നിട്ടില്ല. കമലയും പറയും, അതെ മാഷേ, ഒന്നും വന്നിട്ടില്ല. വിനയം പറയും, എനിക്ക് തോന്നുന്നച്ചാ ഇതിന്റെ പിന്നിൽ ആരോ ഉണ്ടെന്നേ. വിശ്വവും പറയും, അതെ അച്ഛാ, വിക്രമിനെയും വേദയെയും കാണാതാവുന്നു. കറണ്ട് കട്ട് ചെയ്യുന്നു. അപ്പൊ തന്നെ ബാങ്കിൽ നിന്ന് ജപ്തിയും വരുന്നു. ആരോ നമുക്കെതിരെ കളിക്കുന്നുണ്ടച്ചാ. ആ വർഷയും ശ്രീകാന്തും ഇവിടെ വന്നതൊക്കെ നോക്കുമ്പോ ഇത് ആ ജഡ്ജിയുടെയും മക്കളുടെയും പ്ലാൻ ആയിരിക്കോ? നാളെ നമുക്ക് ആ ശ്രീകാര്യം ശ്രീനിവാസനെ കണ്ട് കാര്യം പറഞ്ഞാലോ? മാഷയ്ക്കും എന്തിന്, അയാൾക്ക് ഇടപെടാൻ പറ്റിയാലോ? മാഷ വേണ്ട, ഗതിയില്ലാത്തവൻ കടം വാങ്ങരുതെന്നാ. കടമിരുന്നാൽ ധനമില്ലാന്നൊരു ചൊല്ലുണ്ട്. അത് ഞാൻ ആലോചിച്ചില്ല. ഇതെന്റെ പിഴയാ. നേടിയതെല്ലാം കളഞ്ഞു പോണെന്നുള്ളത് എന്റെ വിധി. കമൽ പറയും, പക്ഷേ ഇതെല്ലാം വരുത്തിച്ചത് മാഷു മാത്രം സന്തോഷിക്കാനല്ലല്ലോ. മാഷു പറയും, അത് മനസ്സിലാക്കാത്ത എന്റെ മക്കൾ അത് നേരത്തും കാലത്തും തിരിച്ചറിയാത്തത് കൊണ്ടല്ലേ കമല ഇപ്പോ ഇത് അനുഭവിക്കേണ്ടി വന്നത്. ഇനി അനുഭവിക്കുക തന്നെ എന്ന് പറഞ്ഞാൽ മാഷ് അവിടുന്ന് പോകും. കമൽ അവിടെ ഇരുന്ന് ഇപ്പോഴും പൊട്ടിക്കറിയണേ. വിക്രവും വിഷവും അമ്മയോട് ഒന്ന് സമാധാനിപ്പിക്കാനുള്ള വാക്കുപോലും പറയാൻ കഴിയാതെ അവിടെ ഇരിക്കുക. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദയും വിക്രവും ഇപ്പോഴും കാട്ടിൽ തന്നെയാണല്ലോ. അവർ രണ്ടുപേരും അവിടെ കനലൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അടുത്തിരിക്കണേ. വിക്രം കിടക്കാൻ തുടങ്ങുമ്പോ വേദ പറയും, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഉറക്കം വരുന്നോ എന്ന് പറഞ്ഞ് വിക്രം വീണ്ടും കിടക്കാൻ തുടങ്ങുമ്പോ, ഉറങ്ങണ്ട. അത് മൈൻഡ് ചെയ്യാതെ വിക്രം കിടക്കാൻ തുടങ്ങുമ്പോ വിക്രം പറയും, നല്ല ക്ഷീണമുണ്ട്, അല്പം ഒന്ന് ഉറങ്ങട്ടെ. വേദ പറയും, ഞാൻ പറയുന്നത് കേട്ടിട്ട് ഉറങ്ങിക്കോ. പറഞ്ഞു തൊലക്കി. വേദ പറയും, ഈ സമയത്ത് ഏതെങ്കിലും ആനയോ കടുവയോ വന്ന് എന്നെ കൊന്നാലും എനിക്ക് കുഴപ്പമില്ല. വിക്രം പറയും, എനിക്ക് വിഷമമുണ്ട്. ഇത് കേൾക്കുമ്പോ വേദയ്ക്കും, ശരിക്കും ആ, ഫോറസ്റ്റുകാരെ അറിയിക്കണം, ബോഡി നാട്ടിലെത്തിക്കണം, പോസ്റ്റ്മോർട്ടം നടത്തണം. അയ്യോ, എനിക്ക് ഇത്രയ്ക്കൊന്നും കഷ്ടപ്പെടാനും മെനക്കെടാനും വയ്യ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കിടക്കുമ്പോ വേദയ്ക്കും, അത്രേ ഉള്ളൂ? ഓ, എനിക്ക് കിടക്കണം. അതില് വേദ പറയും, എന്നാലേ എനിക്ക് വിഷമമില്ലാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയോ? വിക്രം പറയും, അറിയണം എന്നില്ല. എനിക്ക് ഒരു വലിയ സത്യം മനസ്സിലായി, അതാണ്. വിക്രം പറയും, താങ്ക്സ്. എന്താണ് ആ സത്യം എന്നറിയോ? അപ്പൊ വിക്രം തിരിഞ്ഞിടന്നിട്ട് പറയും, വേണ്ട, ചോദിച്ചാലും ഞാനത് പറയാൻ പോകുന്നില്ല വിക്രം. കാരണം ആ സത്യം വിക്രമിന്റെ മനസ്സാ എന്നിങ്ങനെ മനസ്സിൽ പറയണ വേദ. എന്നോട് വിക്രമിന്റെ മനസ്സിൽ എന്താണെന്നുള്ള സത്യം എന്ന് പറഞ്ഞ് വിക്രം കിടന്നുറങ്ങുന്നത് നോക്കി ഇങ്ങനെ സന്തോഷത്തിലിരിക്കുകയാണ് വേദയുടെ. വിക്രമാണെങ്കിൽ നല്ല ഉറക്കത്തിലേക്ക് പോയിട്ടുണ്ട്. ശേഷം പിന്നീട് കാണിക്കുന്നത് വേദയുടെ വീട്ടിലാണ്. ശ്രീകാന്ത് പറയുന്ന കേട്ടിട്ട് പത്മൻ ചോദിക്കും, എന്ത് അടിസ്ഥാനത്തിലാ ശ്രീകാന്ത് നീ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ ആൾക്കാരെ വീട്ട് അന്വേഷിച്ചതാ. സത്യത്തിൽ വേദയെ കാണാത്തതിന്റെ പിറ്റേ ദിവസം മുതലാ വിക്രത്തിനെയും കാണാതായത്. ജീനയുടെ വീട്ടിലെ അവളുടെ ബോഡി കാണാൻ അവൻ ചെന്നിട്ടുണ്ട്. പക്ഷേ പിന്നെ ആരും അവനെ കണ്ടിട്ടില്ല. അതായത് വേദ മിസ്സിംഗ് ആയതിനു പിന്നിലെ വിക്രം തന്നെയാണെന്ന് അർത്ഥം. വിക്രം അങ്ങനെ ഒരാളാണെന്ന് നീ കരുതുന്നുണ്ടോ? അവന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാണോ അതോ വേദയെ കണ്ടുപിടിക്കാണോ ആദ്യം ചെയ്യേണ്ടത്? മുത്തശ്ശി അത് പറ. വർഷ പറയും, അതെ, നമുക്ക് പെട്ടെന്നൊരു തീരുമാനത്തിലെത്തണം ശ്രീയേട്ട, ഇല്ലെങ്കിൽ വൈകും തോറും ആപത്ത് കൂടെയുള്ളൂ. എങ്കിൽ വാ ശ്രീകാന്തേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ശങ്കരന്റെ അടുത്തേക്ക് പോവാ. ശങ്കരൻ മുകളില് എന്താ ജോലി ചെയ്തുകൊണ്ടിരിക്കണേ. അച്ഛാ എന്ന് വിളിച്ച് ശ്രീകാന്തും മുത്തശ്ശി എല്ലാവരും വരികയാണേ. മുത്തശ്ശി അവിടെ ഇരിക്കും. എന്താ എല്ലാവരും കൂടെ? അത് ശങ്കര, വേദമോള്. ശ്രീകാന്ത് പറയും, അവളെ കാണാനില്ല അച്ഛാ. അവളെ മാത്രമല്ല അവനെയും കാണാനില്ല. ശങ്കരൻ ഞെട്ടും. എന്ത്? പത്മ പറയും, കോടതിയിൽ നിന്ന് അവൾ നേരിട്ട് ഇങ്ങോട്ടാ വന്നത്, പിന്നെ തിരിച്ചങ്ങോട്ട് ചെന്നിട്ടില്ല. അവളെ അന്വേഷിച്ചിറങ്ങിയ വിക്രമിനെ കുറിച്ചും വിവരമില്ല. ശ്രീകാന്തയ്ക്കും അവൻ വേദ എന്തെങ്കിലും ചെയ്തിട്ട് മുങ്ങിയതാണോ അച്ഛാ?
ശങ്കരൻ ചോദിക്കും എന്തിനെ? അല്ല കോടതിയില് അവനെതിരെ സാക്ഷി പറഞ്ഞതുകൊണ്ടുള്ള വൈരാഗ്യം കൊണ്ട്. കോടതിയില് അവനല്ലേ ജയിച്ചത്. അവള് പറഞ്ഞതിലെ അടിസ്ഥാനം ഇല്ല എന്നല്ലേ ദർശൻ വാദിച്ചത്. ശ്രീകാന്ത് പറയും എന്നാലും പക ഉള്ളിൽ വെച്ച്. ശങ്കരൻ പറയും ശ്രീകാന്തേ, നിനക്ക് അവനെ മനസ്സിലായിട്ടില്ല. അവൻ ഒരിക്കലും ഒരു പെൺകുട്ടിക്കും ദ്രോഹം ചെയ്യില്ല. അത് ചെയ്യുന്നവനോട് അവന് പൊറുക്കാനും പറ്റില്ല. അത്രേ എനിക്ക് അവനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ട്. അതിനർത്ഥം ഞാൻ എല്ലാം മറന്ന് അവനെ സ്നേഹിക്കാനും സ്വീകരിക്കാനും തുടങ്ങിയെന്നല്ല. നിങ്ങൾ പറഞ്ഞ കുറ്റം അവൻ ചെയ്യില്ലെന്ന് മാത്രം. പത്മൻ ചോദിക്കും അപ്പൊ വേദയുടെ കാര്യത്തില്? ശങ്കരൻ ഒന്നും പറയാതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കണേ. അങ്ങനെ ആ ദിവസം അവിടെ കഴിഞ്ഞു പോയിരിക്കാം. പിറ്റേ ദിവസം വേദയും വിക്രവും വീണ്ടും കാട്ടിലൂടെ ഇങ്ങനെ നടക്കണേ. അവിടെ അട്ടകളൊക്കെ ഉണ്ട് കേട്ടോ. വേദയ്ക്ക് കാലിന് ശരിക്കും വയ്യല്ലോ, അതുകൊണ്ട് വിക്രം ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടാണ് നടക്കുന്നത്. വിക്രം പറയും ഹോ, എത്ര കറങ്ങി തിരിഞ്ഞിട്ടും വീണ്ടും ഇവിടേക്ക് തന്നെയാണല്ലോ എത്തുന്നത്. ഷോ, ഇത് എന്തൊരു വട്ടം കറങ്ങല എന്ന് പറഞ്ഞ വിക്രം ആ സാധനങ്ങള്, അതായത് ചെരുപ്പൊക്കെ അവിടെ തന്നെ ഇടും. വേദ പറയും ചില കാടുകൾ നമ്മളെ ചതിക്കും വിക്രം, ഒരിക്കലും പുറം ലോകം കാണിക്കാതെ നമ്മൾ കെണിയിൽപ്പെടുത്തും എന്ന് പറഞ്ഞ് വേദ അവിടെ ഇരിക്കും. വിക്രം ആകെ നിരാശയിലാണ്. അങ്ങനെ വേദ പറയും ഇനി എനിക്ക് എന്തെങ്കിലും കഴിക്കാതെ ഒരടി നടക്കാൻ കഴിയില്ല. വിക്രം പറയും ഞാൻ എന്തെങ്കിലും കായോ പഴം എന്തെങ്കിലും കിട്ടുമോ നോക്കാം. വേദ പറയും എനിക്ക് വേണ്ട, എന്നെ എനർജി മുഴുവൻ പോയി, ഇനി എനിക്ക് ഇവിടെ നിന്ന് കിടന്നാൽ മതി. വിക്രം പറയും വേദ ഇന്നെങ്കിലും നമുക്ക് പുറത്ത് കിടക്കണം, ഒരു ദിവസം കൂടെ ഇതിനകത്ത് കുടുങ്ങിയാ പിന്നെ എല്ലാം കുഴയും. വേദ പറയും വയ്യാത്തോണ്ട വിക്രം, എനിക്ക് തീരെ എനർജി ഇല്ല, എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോ വിക്രം ഇങ്ങനെ ചുറ്റിൽ നോക്കുക. പെട്ടെന്നായിരിക്കും അവിടെ ഒരു കാര്യം കാണുന്നത്. ശരി, ക്ഷീണം മാറിയ പോരെ, ഏറ്റവും ബെസ്റ്റ് മരുന്ന് ഞാൻ തരാം, ഒരു ദിവസത്തേക്കുള്ള ഫുൾ എനർജി. ഓക്കെ. വേദയ്ക്ക് ഈ സംഭവം മനസ്സിലായിട്ടില്ല. ജസ്റ്റ് മിനിറ്റ് എന്ന് പറഞ്ഞ വിക്രം അവിടെ നിന്ന് പോവാ. എന്താ എന്ന് പറഞ്ഞ വിക്രമിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിലും വിക്രം ഒന്നും പറയാതെ പോയി. അവിടുന്ന് മരക്കഷ്ണങ്ങളും ചെറിയ ചെറിയ കമ്പുകളെല്ലാം കൂട്ടിച്ചേർത്ത് കത്തിച്ച് തീ പന്തം പോലെ ഉണ്ടാക്കും. ഡ്രസ് ഒരു കണ്ണ് മാത്രം കാണുന്ന രീതിയില് മുഖം മൊത്തം മറയ്ക്ക. അപ്പുറത്ത് ഒരു തേനീച്ച ഉണ്ട്, അതായത് തേനീച്ചല്ല തേൻകൂട്ടം ഉണ്ട്. അതില് തേനീച്ച നന്നായിട്ടുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് വിക്രം ഇതെല്ലാം കരുതിയിട്ടുള്ളത്. വേദ ഇങ്ങനെ ടെൻഷനോടെ പേടിച്ച നോക്കി നിൽക്കുന്നത്. വിക്രം ആ മരത്തിന്റെ മുകളിലേക്ക് കയറുമ്പോ വേദയ്ക്ക് പേടിയാവും. അയ്യോ വിക്രം വേണ്ട, തേനീച്ച കുത്തി അപകടമാ, വിക്രം ഇങ്ങ് വാ, റിസ്ക് എടുക്കണ്ട പ്ലീസ്, ഡേഞ്ചർ ആണ്, പ്ലീസ് വാ എന്നിങ്ങനെ പറയുന്നുണ്ടെങ്കിലും വിക്രം അതൊന്നും മൈൻഡ് ചെയ്യാതെ മുകളിലേക്ക് കയറി പോയിട്ട് ആ തീപ്പന്തം അതിന് നേരെ ഇങ്ങനെ കാണിക്കും. അപ്പൊ തന്നെ തേനീച്ചകളൊക്കെ പറന്നു പോകുന്നുണ്ട്. വേദയ്ക്ക് ഇത് കാണുമ്പോൾ അത്ഭുതവും. അങ്ങനെ അല്പസമയം കഴിഞ്ഞാൽ അല്പം തേന്റെ കഷ്ണം എടുത്തിട്ടാ വിക്രം അങ്ങോട്ട് വരുന്നത്. ഇതിലും വലിയൊരു എനർജി ബൂസ്റ്റർ ഇല്ല എന്നാ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ വേദ അതൊന്ന് ഉള്ളി എടുത്ത് കഴിക്കാൻ തുടങ്ങാ. വിക്രം പറയും വാ തുറക്ക് എന്ന് പറഞ്ഞ് വിക്രം തന്നെ അതിങ്ങനെ പിഴിഞ്ഞു കൊടുക്കണേ. വേദയ്ക്ക് അത് നല്ല ഇഷ്ടപ്പെടുന്നുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പർ എന്ന് പറഞ്ഞ് വീണ്ടും എടുത്തിങ്ങനെ കുടിക്കാണ് വേദ. അങ്ങനെ അവരവിടെ ഹാപ്പി. ശേഷം പിന്നീട് നാട്ടിലാണ്. മാഷ് അവിടെ ബാങ്കിലേക്ക് വന്നിരിക്കുക. സെക്രട്ടറി ഇല്ലേ? ആ ഉണ്ടല്ലോ. ഈ സമയം അവിടെയുള്ള ഒരു സ്റ്റാഫിനെയും മാഷിനെ അറിയാം. മാഷെ ആകെ കുഴപ്പമായല്ലോ. അതെ വർഗീസ്, ഇപ്പൊ ഇങ്ങനൊരു കുടുക്കിൽ പെടുന്നേ ഞാൻ വിചാരിച്ചില്ല. അതെ സെക്രട്ടറി ഒന്ന് കാണട്ടെ. ചെല്ലു. അങ്ങനെ മാഷെ സെക്രട്ടറിയുടെ അടുത്തേക്ക് ചെല്ലും. സെക്രട്ടറി വരൂ. എന്താ? ഞാൻ കളരിക്കൽ സുധാകരൻ മാഷ്. അത് മനസ്സിലായി. ഇവിടെ എന്താ കാര്യം? വീട് ജപ്തിയാണെന്ന് പറഞ്ഞേ. സെക്രട്ടറി പറയും അതെ, നോട്ടീസ് പതിച്ചല്ലോ. ഇല്ലേ? മാഷ് പറയും ഒവ്. അത് ചോദിക്കാനായിട്ട് ഞാൻ. സെക്രട്ടറി പറയും എന്തിനാ ജപ്തി ചെയ്തതെന്ന് ചോദിക്കാൻ വന്നതാണോ? അതെനിക്ക് മനസ്സിലായിട്ടില്ല. നോട്ടീസിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. വായിച്ചില്ലേ? മാഷ് പറയും അത് മനസ്സിലായി. ആ വായിച്ചല്ലോ. കുടിശ്ശിക കൂടിക്കൂടി വന്നപ്പോ തിരിച്ചു പിടിക്കാൻ ബാങ്കിനുള്ള വഴിയാണേ ജപ്തിയും ലേലവും. വേറെ മാർഗം ഇല്ലാത്തതുകൊണ്ട് ജപ്തി ഓർഡറാക്കി. മാഷ് പറയും ഇങ്ങനെ ഓർഡർ ഇടുന്നതിന് മുമ്പ് അത് ഉടമസ്ഥനെ അറിയിക്കാന്നുള്ളൊരു കടമയില്ലേ? ഇതിലത് ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ അവര് പറയും ആരും അറിഞ്ഞ ശേഷം പ്യൂണിനെ വിളിച്ചിട്ട് ആ ലോഗിങ് എടുത്തേ. അപ്പൊ അവര് അതെടുക്കാനായിട്ട് പോകും. മാഷ് ഇരുന്നോളൂ, വെറുതെ നിന്ന് കഷ്ടപ്പെടണ്ട. സാരമില്ല, ഞാൻ നിന്നോളാം. അപ്പോഴേക്കും പ്യൂണെ ആ ഫയലൊക്കെ എടുത്തോണ്ട് വരും. എന്നിട്ട് ആ ഫയൽ നോക്കിയിട്ട് പറയും കളരിക്കൽ സുധാകരൻ, ദാ നോക്ക്, കഴിഞ്ഞ 6 മാസത്തിനിടയില് ഇവിടുന്ന് 4 നോട്ടീസ് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. മാഷ് അത് കാണുമ്പോ ഞെട്ടും. എനിക്ക് കിട്ടിയിട്ടില്ല. ദാ അവസാനമായിട്ട് അയച്ചത് രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയാണ്. ദാ അത് കൈപ്പറ്റിയിരിക്കുന്നത്. സിഗ്നേച്ചർ വരെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. മാഷ് പറയും ഞാൻ കൈപ്പറ്റിയിട്ടില്ല സാർ. നിങ്ങൾ കൈപ്പറ്റിയെന്ന് തന്നെയാ രേഖ. നോക്കു മാഷെ, മാഷ് ആകെ സങ്കടത്തിലാവാ. മാഷ് ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രൊസീജിയറായിട്ട് മുന്നോട്ട് പോയേ പറ്റൂ. എനിക്ക് അല്പം തിരക്കുണ്ട് എന്ന് പറഞ്ഞ് ഫയൽ ഇങ്ങനെ നോക്കി നിൽക്കുക. മാഷ് അവിടെ നിന്ന് ആലോചിക്കുമ്പോ ചെല്ലു മാഷേ. അങ്ങനെ മാഷ് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മാഷേ എന്ന് വിളിച്ചിട്ട് നേരത്തെ സംസാരിച്ച ആളെ മാഷിന്റെ അടുത്തേക്ക് വരാ. ആ ജോർജ് മാഷിക്ക് വന്നേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് പോയി. സ്വകാര്യമായിട്ട് പറയും ഇത് കരുതിക്കുട്ടി ചെയ്യുന്നതാ മാഷേ. ആ വാസവനമേലയല്ലേ അയാൾ വെച്ച കെണിയാ. വിക്രം അയാളെ മകനെ തല്ലിയില്ലേ, അതിനുള്ള ചെയ്ത. ബാങ്ക് നിൽക്കുന്നത് അയാളുടെ പാർട്ടിക്കല്ലേ. പക്ഷെ വർഗീസ്, എനിക്ക് അങ്ങനെ ഒരു നോട്ടീസും മുമ്പ് എങ്ങാനും ലഭിച്ചിട്ടില്ല. വർഗീസ് പറയും ആരെയൊക്കെ ഉണ്ടാക്കാനാണോ പാട്?
മാഷൊരു കാര്യം ചെയ്യേ, മകനോട് പറഞ്ഞ് ആ ശ്രീകാര്യം ശ്രീനിവാസിനെ ഒന്ന് കാണാൻ. വാസവനിപ്പോ വലിയ ആളായിരിക്കും, എല്ലായിടത്തും പിടിപാടും കാണും. പക്ഷേ ശ്രീനി അറിഞ്ഞൊന്ന് കളത്തിലിറങ്ങിയ വാസവനല്ല അയാളുടെ അപ്പച്ചൻ വന്നാലും കാര്യം നടക്കില്ല. മാഷ് ആ വഴിക്കൊന്ന് ചിന്തിക്കേ. സമയം കളയണ്ട മാഷേ, ചെല്ല് എന്ന് പറഞ്ഞിട്ട് വർഗീസ് അവിടുന്ന് പോകും. അങ്ങനെ മാഷും സങ്കടത്തോടു കൂടെ ഇതറിഞ്ഞൊരു ഷോക്കിലാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. ശേഷം പിന്നീട് കാണിക്കുന്നത് കാട്ടിലാണ്. വിക്രവും വേദയും കൂടെ വീണ്ടും ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവരെത്ര നടന്നിട്ടും ഒരു സ്ഥലത്ത് തന്നെയാണല്ലോ എത്തുന്നത്. ഇപ്പൊ വേറെ വഴിക്ക് നടന്നിരിക്കുക. വേദയ്ക്ക് ഇപ്പൊ കുറച്ച് എനർജിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നടക്കുമ്പോ പെട്ടെന്ന് വേദ ഒരു വണ്ടിയുടെ ശബ്ദം കേൾക്കും. അതുപോലെ വണ്ടി കാണുന്നുണ്ട്. ദേ നോക്ക് വിക്രം, വണ്ടി. വിക്രമിനും സന്തോഷാവും. രണ്ടുപേരും ആ വണ്ടി വരുന്നിടത്തേക്ക് പോവാ. അതൊരു വളവാണ്. വിക്രം ഓടിച്ചെല്ലും. ഹലോ നിർത്തോ എന്ന് പറഞ്ഞ വണ്ടിയുടെ മുന്നിലേക്ക് എടുത്തു ചാടാണ്. പെട്ടെന്ന് വണ്ടി ബ്രേക്ക് ഇട്ടങ്ങ് നിർത്തും. അതെ, ആ ടൗണിലൊന്ന് വിടാവോ? അപ്പൊ അയാൾ പറയും കാര്യക്കോ. അത് കേൾക്കുമ്പോ വിക്രത്തിന് സന്തോഷാവും. വാ എന്ന് പറഞ്ഞ് വേദയെ വിളിക്കാ. അങ്ങനെ വേദ ആ വണ്ടിയിലേക്ക് ഇങ്ങനെ കയറാൻ പോകുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. ശേഷം ഉള്ള പ്രമോല് കാണിക്കുന്നത് ഇവരുണ്ടാലും കാട്ടിലെ ട്രെക്കിങ്ങിന് വന്നപ്പോൾ കാടിനകത്ത് പെട്ടുപോയതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ വണ്ടിയിൽ കയറുന്നത്. അങ്ങനെ ഇവർ നാട്ടിലേക്ക് തിരിക്കുക. അപ്പോൾ ഈ ഭാഗത്തിനൊക്കെ ആയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്